ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന. ബ്രസീലിന്റെ പുതിയ പരിശീലകനായിക്കൊണ്ട് കാർലോ ആഞ്ചലോട്ടി എത്തുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് ടെസ്റ്റുകൾ ഇതിനോടകം തന്നെ സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ട്. കാർലോ ആഞ്ചലോട്ടി എത്തും എന്നായിരുന്നു പ്രതീക്ഷിക്കപ്പെട്ടിരുന്നത്. എന്നാൽ ഇടക്കാലത്ത് വെച്ചുകൊണ്ട് ഒരു ടെസ്റ്റ് സംഭവിച്ചു. കാർലോ ആഞ്ചലോട്ടി അതിൽ നിന്നും പിൻവാങ്ങി എന്ന വാർത്തകൾ പുറത്തേക്ക് വന്നു. പക്ഷെ വീണ്ടും പ്രതീക്ഷകൾ തളിരിട്ടു എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം CBF ആ ഒരു ശ്രമങ്ങൾ ഉപേക്ഷിച്ചിട്ടില്ല. ഏതായാലും ഏറ്റവും പുതിയ വിവരങ്ങൾ ഫാബ്രിസിയോ റൊമാനോ നൽകിയിട്ടുണ്ട്. അത് വ്യക്തമായിക്കൊണ്ട് നമുക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട്. നിലവിൽ ബ്രസീലിയൻ ഫുട്ബോൾ ഫെഡറേഷൻ റയൽ മാഡ്രിഡിന് വേണ്ടിയാണ് കാത്തിരിക്കുന്നത്. കാർലോ ആഞ്ചലോട്ടിയുടെ പടിയിറങ്ങുന്നതിൻ്റെ ആ ഒരു പ്രക്രിയക്ക് വേണ്ടിയാണ് അവർ കാത്തിരിക്കുന്നത്. ആഞ്ചലോട്ടിയുമായി അഗ്രിമെന്റിൽ എത്താൻ ബ്രസീലിന് കഴിഞ്ഞിട്ടുണ്ട്. ആ അഗ്രിമെന്റ് ഇപ്പോൾ ഇല്ലാതായിട്ടില്ല. പക്ഷെ ഇനിയെല്ലാം റയലിനെ ആശ്രയിച്ചുകൊണ്ടാണ് നിലകൊള്ളുന്നത്. അവർ എങ്ങനെയാണ് ഈ പരിശീലകനെ ഒഴിവാക്കുന്നത് എന്നതിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് ഇതെല്ലാം നിലകൊള്ളുന്നത്. നിലവിൽ റയൽ മാഡ്രിഡുമായി നല്ല ഒരു ബന്ധത്തിലാണ് കാർലോ ആഞ്ചലോട്ടി ഉള്ളത്. പക്ഷേ ഈ സീസണിന് ശേഷം അദ്ദേഹത്തിന് പുറത്തു പോകേണ്ടി വന്നേക്കും എന്നത് ഉറപ്പായി കഴിഞ്ഞ ഒരു കാര്യമാണ്. ബ്രസീൽ കുറച്ച് സമയം കൂടി കാർലോ ആഞ്ചലോട്ടിക്ക് വേണ്ടി കാത്തിരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ആ സമയത്തിനുള്ളിൽ തീരുമാനമായിട്ടില്ലെങ്കിലാണ് മറ്റു ശ്രമങ്ങൾ ബ്രസീൽ നടത്തുക. ജോർഹെ ജീസസ്, എയ്ബൽ ഫെരേര എന്നിവരുടെ പേരുകൾ കൂടി ഇപ്പോൾ ഉയർന്നു കേൾക്കുന്നുണ്ട്. ഇത്രയും വിവരങ്ങളാണ് പുതിയതായിക്കൊണ്ട് ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുള്ളത്. ഫാബ്രിസിയോ റൊമാനോ അടക്കമുള്ളവർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതായത് ബ്രസീൽ ലക്ഷ്യം വെക്കുന്നത് കാർലോ ആഞ്ചലോട്ടിയെ തന്നെയാണ്. പക്ഷെ ഈ ഒരു ചുരുങ്ങിയ സമയത്തിനുള്ളിൽ അത് തീരുമാനമാകേണ്ടതുണ്ട്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം.